ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അർജുൻ എന്ന സഹോദരൻ മണ്ണിടിച്ചിലിൽ കാണാതെ നമ്മുടെ കേരളം മൊത്തം വിഷമിച്ചൊരു സംഭവമാണ്. ഞാൻ വീഡിയോ കണ്ട് ന്യൂസ് കണ്ട് അപ്പോൾ എനിക്കതിനെ ഭയങ്കര വിഷമം. അപ്പോൾ ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം പുള്ളിക്കാരൻ്റെ അടക്കവും കാര്യങ്ങൾ കണ്ടിട്ട് എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നടക്കുകയാണ്. അപ്പം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പിന്നെ അറിയിക്കുമോ? ഓക്കെ, ഇത് കേട്ടിട്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എന്ന് പറഞ്ഞ സഹോദരന് ഒരു മകനുണ്ട്. അപ്പോൾ ആ മകനെ ഈ അർജുൻ സഹോദരൻ ഓട്ടിച്ച വാഹനത്തിൻ്റെ ഉടമ മനാഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ആ സഹോദരൻ സ്വന്തം മകനായിട്ട്, അയാളുടെ നാലാമത്തെ മകനായിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് 3 മക്കളുണ്ട്, നാലാമത്തെ മകനായിട്ട് കണക്കാക്കി വളർത്തും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് അർജുൻ സഹോദരൻ്റെ സഹോദരി ഭയങ്കരത്തിൽ വിഷമിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സഹോദരിയോടാണ് ഞാൻ പറയുന്നത്, അതായത് സഹോദരിയെ, കാരണം ഒരു അനിയനെ പോലെയാണ് മനാഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സഹോദരൻ അർജുനെ അണ്ണനെ കണ്ടിട്ടുള്ള സഹോദരനെ കണ്ടിട്ട്. അപ്പോൾ ആ കണ്ടതിൻ്റെ ഇതിൽ അപ്പോൾ ഒരു അനിയൻ മരിച്ചുമ്പോൾ ആ കുഞ്ഞിനെ സ്വീകരിക്കുമല്ലോ. സ്വീകരിക്കും മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ പോലും ഇപ്പം അവരുടെ വളർച്ചയിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കില്ല. ആ ഒരു സഹായമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ മക്കളും ഇപ്പം പിള്ളേർ വാശിയൊക്കെ പിടിക്കത്തില്ല. അപ്പോൾ ആ ഒരു സ്നേഹം ആ കുഞ്ഞു മോനോട് കാണിക്കുമെന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം മനാഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുമെന്നും അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. സ്വന്തം മകനായിട്ട് വളർത്തുമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് എല്ലാ കാര്യങ്ങളിലും കൂടെ അതിൻ്റെ വളർച്ചയ്ക്കെല്ലാം നിൽക്കും എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മനാഫ് എന്ന സഹോദരൻ. അപ്പം അതിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ ഇറക്കി കേൾക്കുന്നവർ. രണ്ടാമതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുന്ന അടുത്തൊരു കാര്യമാണ്, ഇപ്പം വേറൊരു കാര്യം എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ. കാരണം എനിക്കറിയുള്ളൂ, എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ പെട്ടെന്ന് ആക്സിഡൻറ്റിലാണ് മരിച്ചു പോയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് പോലും ഇന്നും അവരുടെ മക്കൾക്ക് ആ ജോലി കിട്ടിയിട്ടില്ല. സർക്കാർ ജോലിയിലിരുന്ന ഒരു ആൻറ്റിയാണ്. അവരുടെ മക്കൾക്ക് ഇന്നും അവരുടെ ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരുപാട് പേർക്ക് അങ്ങനെ കിട്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായപ്പോൾ കേരളം മൊത്തം ഒന്നടങ്കം നിങ്ങളെ ഹോൾഡ് ചെയ്തു, ചേച്ചിക്കൊരു സർക്കാർ ജോലി തന്ന്. അതിൽ ഭയങ്കരത്തിൽ അഭിമാനം തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കേരളം ഒന്നടങ്കം നിങ്ങളെ കൂടെ നിൽക്കുന്നതിൽ നിങ്ങൾ അഭിമാനിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കാരണം നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ, ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമ്മളത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തോട്ടിൽ ചിന്തിക്കും. അപ്പം അതിലെ പോസിറ്റീവുകൾ കാണുക, ഒരുപാട് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും. ചിലപ്പോൾ നമുക്ക് പ്രഷർ കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞെന്നിരിക്കും. ഓക്കെ. അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്നാലോചിച്ച് പറയുന്നത്, കാരണം ഇതിൽ വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിലൊക്കെ എനിക്ക് മ്ലേച്ഛമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില കാര്യങ്ങൾ അർജുൻ സഹോദരൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടും കേരളം മൊത്തം നിങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മനാഫ് എന്ന് പറഞ്ഞാൽ ആ സഹോദരനും ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. കാരണം പുള്ളിക്കാരന് ഇത്രയും ദിവസം നിന്നില്ല. ഇപ്പം നിങ്ങളുടെ കുടുംബവും നിങ്ങളെ കൂടെ എല്ലാം നിൽക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ എല്ലാ ജനങ്ങളും നിങ്ങളെ കൂടെ നിന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. ഇത് കേൾക്കുന്നിട്ട് അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഓക്കെ, താങ്ക് യു.